ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ എല്ലായിടത്തും കേട്ടിരിക്കുന്നത് അയ്യോ പോയാ. ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് അദ്ദേഹം നൗഷാദ്, അശ്വതി, ഇവർ രണ്ടുപേരും കൂടി ഞാൻ ഇന്നലെ വയനാട്ടിൽ പോയി. ഇവരിങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പം ഞാനും വിചാരിച്ചു ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. പോയി ഒരു 3-4 സംരംഭം കണ്ടു. അവരുടെ എന്താ ആ വെള്ളം വരുന്ന കുളിക്കാൻ അതൊക്കെ ഉള്ള സ്വിമ്മിംഗ് പൂള്, അതായത് പേര് ഓരോ ബെഡ്റൂമൊക്കെ ആയിട്ട് അല്ലാണ്, അതല്ല എല്ലാരും കൂടി ഫോട്ടോ അയച്ചു. അങ്ങനെ വല്ലതും നല്ല മലയാളത്തിൽ പറയും. അത് കണ്ടു. പിന്നെ ചന്ദനം 5 സെന്റ് സ്ഥലത്ത് ചന്ദനങ്ങൾ വെച്ചിട്ടുള്ളത്, പിന്നെ ഇതിനകത്തുള്ള ചന്ദനങ്ങൾ കുറെ സംഭവങ്ങൾ കണ്ടു. അത് കണ്ടപ്പോ എനിക്ക് തോന്നി വലിയ കുഴപ്പമില്ല സംഭവം ഒന്നും. എനിക്ക് കുഴപ്പമില്ല എന്നാ ഞാൻ പറഞ്ഞത്. നല്ലതാണ്, അത് നല്ലതാകൊണ്ടല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. പിന്നെ കെട്ടതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുള്ളതല്ലേ പറയാം. അല്ല, അങ്ങനെയല്ല, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നല്ലതാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കും അതിലേക്ക് മെല്ലെ ചാടി കയറാം. അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? കുളിക്കാൻ തോന്നിയില്ല. കുളിക്കാൻ തോന്നിയെങ്കിൽ എന്റെ സ്വന്തമാവണം. സ്വന്തമായിട്ട് കുളിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോൾ വേറെ ഒരാൾ വന്നാൽ ഞാൻ ചാടി ഇറങ്ങി പോകണ്ടേ? അതിന് പറ്റില്ല. എന്റേതായിട്ട് കുളിക്കാനാണ് എന്റെ ആവശ്യം. കുളിക്കാൻ തോന്നി. പിന്നെ നല്ല ഭംഗിയുണ്ട്, കാണാത്തവർ പോയി കാണാൻ വേണം. കാരണം ഇങ്ങനെ വെള്ളം ഒഴിച്ചപ്പോൾ നമുക്ക് തന്നെ ചാടി കയറാൻ തോന്നും. പക്ഷെ അതൊന്നുമല്ല മെയിൻ പ്രശ്നം. ഞാൻ ഒരുപാട് സംഭവത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പം എൻ്റെ മാനേജറുണ്ട് എൻ്റെ കൂടെ, അപ്പുന്നാണ്. അപ്പം ഞാൻ അവനിന്ന് പോരാൻ പറ്റില്ല. അപ്പം അവനോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനൊരു സംഭവം പോയി കണ്ടു, വളരെ നല്ലതാണ്. അമ്മയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റുമോ ചോദിച്ചു. കാരണം നല്ലതിലേക്ക് അമ്മ പോകാറില്ലല്ലോ. ഇതെന്തു പറ്റി? ഞാൻ എന്തിനെങ്കിലും ചെന്ന് പെടും, അങ്ങോട്ട് പോകാറേ ഉള്ളൂ, തിരിച്ചു കിട്ടാറില്ല. അപ്പം നൗഷാദ് സാർ കുറച്ച് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അശ്വതി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ പണിക്കാർ, ഓരോ സെറ്റിലായിട്ട് 10, 50, 100 ആൾക്കാർ. ഇത്രയും സംഭവങ്ങളെല്ലാം ചെയ്തിട്ട് അത്രയും ആൾക്കാർക്ക് പണിയിപ്പിച്ച് അവർക്കും ശമ്പളവും കാര്യങ്ങളും കൊടുക്കാൻ കഴിയുന്നത് നിസ്സാരമല്ല എന്ന് തോന്നി. പിന്നെ ഒരുപാട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്ഥലം വാങ്ങുന്നത്, ഞാൻ നാടകമായിരുന്നാണ്, സിനിമയൊക്കെ പിന്നീടാണ് ആയത്. ഒത്തിരി കഷ്ടപ്പെട്ട വ്യക്തിയാണ് ഞാൻ. നാടകത്തിനൊക്കെ പോയി ഒരുപാട് ബുദ്ധിമുട്ടാണ്. സ്ഥലം വാങ്ങുന്നത് അഡ്വാൻസ് കൊടുക്കാതെ നമുക്ക് ഒരു സ്ഥലം നമ്മൾ കണ്ടുവച്ചാൽ കിട്ടില്ല. അഡ്വാൻസ് കൊടുത്താൽ ഒരു 3 മാസം എഗ്രിമെന്റ് എഴുതാൻ പറഞ്ഞാൽ അവർ എഴുതില്ല. ഇന്ന് അഡ്വാൻസ് എടുത്താൽ അവർ എഴുതുമ്പോൾ പറയും ഒരു 10 ദിവസം. പക്ഷെ എഴുതി കഴിഞ്ഞാൽ പറയും നാളെ തന്നെ രജിസ്റ്റർ ചെയ്തോടാൻ അഡ്വാൻസ് പൈസ പോകട്ടോന്ന്. ഇവിടെ ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ അദ്ദേഹത്തിനോട് കുറെ സംശയങ്ങൾ എന്നെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒന്നും വേണ്ട, നിങ്ങളെ കയ്യിലുള്ള കണക്കുകളൊക്കെ ഇപ്പം മറന്നു. എനിക്ക് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം മനസ്സിലൊന്നും നിൽക്കില്ല. അതിനപ്പം മറന്നു. എത്ര 2000 രൂപ, 20,000 രൂപ മാസം, 20,000 രൂപ. 20,000 രൂപ അടച്ച് ഇത്രയും കാലം വരുമ്പോൾ അത് തന്നെ. പിന്നെ 1 ലക്ഷം രൂപ കൊടുത്താൽ ഒരു സ്ഥലത്തിന്റെ എഗ്രിമെന്റ്, സ്ഥലം നിങ്ങളുടെ പേരിൽ കിട്ടുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, 1 ലക്ഷം രൂപ കൊടുത്താൽ എങ്ങനെ കിട്ടാനാണെന്ന്. അതിനുമുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു. പിന്നെ ഇന്ന് ഇവിടെ 2 പേര്, ചേട്ടനും അനിയനും സംസാരിക്കുന്നുണ്ട്. താടിയില്ല അനിയനും, താടിയില്ലാത്ത ചേട്ടനും. അപ്പൊ അവര് സംസാരിക്കുന്ന കേട്ട് അത് അവർ തന്നെ പറഞ്ഞത് അങ്ങനെ തന്നെയാണെന്ന്. ഒരാളും നമുക്ക് പൈസ ഉണ്ടാക്കുന്ന സംഭവം ആരും പറഞ്ഞു തരാറില്ല. അവര് എത്ര ഉണ്ടാക്കിയാലും, ഒരു കുന്നോളം ഉണ്ടാക്കിയാലും ആ കുന്നിന്റെ മേലെ കയറി നിന്ന് ഉണ്ടാക്കാനേ അവര് നോക്കാറുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തില് ഈ വയസ്സിനിടയ്ക്ക്, വയസ്സ് വളരെ കുറച്ചായിട്ടുള്ളൂ, 10-18 വയസ്സായിട്ടേ ഉള്ളൂ കേട്ടോ. ഈ വയസ്സിനിടയ്ക്ക് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരു ടീം, ജീവിക്കാൻ ഇങ്ങനെ പറ്റും എന്നുള്ളൊരു ടീം ആദ്യമായിട്ടാണ് നമ്മളോട് ഇങ്ങനെ, നിങ്ങൾക്ക് ഇങ്ങനെയും പൈസ ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഞങ്ങൾ പൈസ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് നമ്മളെ കയറിട്ട് വലിക്കുകയാണ്. അവരുടെ സ്ഥാപനത്തിലേക്ക് അവർ കയറിട്ട് വലിക്കുകയാണ് നമ്മളെ ചെയ്തത്. അപ്പൊ ഞാൻ സത്യത്തിൽ രാവിലെ വന്ന് കുറച്ച് കഴിഞ്ഞങ്ങ് പോകാമെന്നുള്ള ഉദ്ദേശം. എനിക്ക് വേറൊരു ഫംഗ്ഷൻ ഉള്ളതാണ്. പെട്ടെന്ന് രാവിലെ ഞാൻ അവനോട് പറഞ്ഞാൽ നമുക്ക് ഇന്നലെ പറഞ്ഞില്ലേ നമുക്ക് അവിടേക്കൊന്ന് പോവുകയാണ്. അവന് വരുന്നൊന്നും അവർ പ്രതീക്ഷിച്ചില്ല, വഴി കാര്യമൊന്നും അറിയില്ല. വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചു നേരം കേട്ടിട്ട് പോകണം. പക്ഷെ ഇവിടെ എല്ലാവരുടെയും ഇവരുടെ സംസാരം നമുക്ക് നാളത്തേക്കുന്നൊരു ജീവിതം, പണമില്ലാത്ത പിണം എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള
പൈസ കൊണ്ട് ആരും ജനിക്കുന്നില്ല. ജനിച്ചതിന് ശേഷമാണ് നമ്മൾ പണം ഉണ്ടാക്കുന്നതും നമ്മുടെ ജീവിതം എന്താവണം, നമ്മൾ ആരാവണം, എന്താവണം നമ്മൾ ചിന്തിക്കണം. പക്ഷെ അത് ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും ഇന്നത്തെ ഈ മാനേജ്മെന്റിന് കഴിവുണ്ട്. അപ്പം എനിക്കും ഒരു താല്പര്യമുണ്ട്. കാരണം ഇവരെല്ലാവരും പറഞ്ഞ പോലെ എന്തുകൊണ്ട് നമുക്ക് ഇതിലൊരു പങ്കാളിയായി കൂടാ, എന്തുകൊണ്ട് നമുക്ക് കഷ്ടപ്പെട്ടുകൂടാ. നമ്മൾ കഷ്ടപ്പെടാതെ നമ്മൾ വീട്ടിലിരുന്നാൽ ആരും കൊണ്ടുവന്നിരില്ല. അപ്പൊ അത് കുറെ പഠിക്കണം, ഇവരെ കൂടെ നിൽക്കണം, ഈ കുടുംബത്തിലൊരു അംഗമാവണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതിൽ ഞാനിപ്പം അതിന് ചെറിയൊരു പങ്കാളിയായിട്ട് ചേരുകയാണ്. ഒത്തിരി സന്തോഷം. നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്നറിയില്ല. വീണ്ടും ഞാൻ പറയാണ്, നമ്മളെ പൈസ ഉണ്ടാക്കാൻ പഠിക്കുക, നമ്മളെ കോടീശ്വരന്മാരാക്കുക, നമ്മളെ ലക്ഷാധിപതിയാക്കുക. അങ്ങനെ ഒരു ടീമിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതിൽ ഒരുപാട് ദൈവത്തിനോട് ഞാൻ പറയാണ്, സർവ്വ ജഗദീശ്വരന്മാരോട് പറയാണ്, ഇവർക്ക് ഒരുപാട് ദീർഘായുസ്സും ആരോഗ്യം ഇനിയും സാമ്പത്തികം കൊടുക്കട്ടെ. ഇതുപോലെ കുറെ ആൾക്കാരെ സഹായിക്കാൻ സാധിക്കട്ടെ. എൻ്റെ മനസ്സിലൊരാഗ്രഹമാണ്. എനിക്ക് ഞാൻ ലക്ഷാധിപതിയോ കോടീശ്വരനാവണമെന്നുള്ളതല്ല. കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ട്, വീടില്ലാത്തവർ. എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല, ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. പഠിപ്പിക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയില്ലായിരുന്നു. അങ്ങനെ പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ, പഠിപ്പിക്കാൻ കഴിവില്ലാത്തവർ, അവരെ പഠിപ്പിക്കുക. വീടില്ലാത്തവർക്ക് ഓരോ ചെറിയ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ എനിക്ക് തോന്നി അവിടെ ഇരുന്ന് കേട്ടപ്പം ഞാൻ ഇതിലേക്ക് വന്നാൽ ഇതെല്ലാം എനിക്ക് സാധിക്കും. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം. എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം. ഞാനിപ്പോൾ ഒരു ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞു. എൻ്റെ അമ്മയുടെ പേര് നിലനിർത്താൻ ഞാനും പാവമാണ് കേട്ടോ. ആ കൂട്ടത്തിലുള്ള കുറേ പാവങ്ങളെ, ഒരു നിവൃത്തിയില്ലാത്തവരെ രക്ഷിക്കാൻ എല്ലാവർക്കും സാധിക്കും. എനിക്കതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. അപ്പൊ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മാനേജ്മെന്റിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഇത്രയും ആൾക്കാരെ വലിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾ ഒത്തിരി വലിയ മനുഷ്യനാണ്. കാരണം ദൈവത്തെ തുല്യാണ് നിങ്ങൾ കേട്ടു വേണ്ടിയത്. ഒത്തിരി നന്ദി, നമസ്കാരം. എനിക്ക് പുറത്തി പറഞ്ഞ സ്വഭാവം ഒരിക്കലില്ല. തെറ്റ് തന്നെ എവിടെ വെച്ച് ഞാൻ പറയും. സാറേ, ഞാൻ പറയുന്ന സ്വഭാവം. പക്ഷെ ഇതെനിക്ക് ഒത്തിരി എങ്ങനെ പറയണമെന്ന് അറിയില്ല. എന്തായാലും ആ താടിയില്ല അനിയനെന്ത് കുഴപ്പമില്ല. എന്തായാലും ഒരാഴ്ച കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്, അത് മതി. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാം ചേച്ചി.